വിസ്മയത്തിര ഇന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച തലക്കെട്ട് തന്നെയാണ്. വിസ്മയത്തിന്റെ തിരയാണ് കേട്ടോ, വിസ്മയത്തിര. പ്രത്യേകിച്ചും സതീശൻ ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് വേളയിൽ, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാവും എന്ന്. പറഞ്ഞാൽ മറ്റു പാർട്ടികളിൽ നിന്ന് പാർട്ടികളോ നേതാക്കന്മാരോ ഒക്കെയായി പലരും UDF-ലേക്ക് വരുന്ന ആ ഒരു പ്രവണതയെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത് എന്താണ്? വിസ്മയങ്ങൾ എന്നാണ്. അങ്ങനെ ഒരുപാട് വിസ്മയങ്ങൾ സംഭവിച്ചു അല്ലെ. ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയുന്നത് ജി സുധാകരൻ. ഏറ്റവും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ വെച്ച് ഏറ്റവും സംശുദ്ധിയുള്ള നേതാവ് ജി സുധാകരൻ, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിന്റെയൊക്കെ മഹത്വം അറിയണമെങ്കിൽ ഇക്കഴിഞ്ഞ ഈ പിണറായി വിജയന്റെ 2ാം മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന മരുമോന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്യാനേ പറ്റില്ല. അത് വേറൊരു കാര്യം. അത് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളാകെ ഭ്രാന്ത് പിടിക്കും നമുക്ക്. അപ്പം കേരളത്തിൽ ഇന്നോളം ഇത്തരം ഒരു അഴിമതിയുടെ കറവുരള്ളാത്ത ഒരു മന്ത്രി, രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ അത് ജി സുധാകരനാണ് കേട്ടോ. ജി സുധാകരന്റെ അടുത്തെത്താൻ പോലും ആർക്കും പറ്റില്ല. അങ്ങനെയുള്ള ജി സുധാകരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ശരിയല്ല നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും UDF പിന്തുണ നൽകുകയും ചെയ്തത്. അപ്പൊ അതായിരുന്നു ഏറ്റവും വലിയ വിസ്മയം. മറ്റു വിസ്മയമായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ സഖാവ് അല്ലെ. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവ് സ്വതന്ത്രനായി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ സഖാവിന് UDF പിന്തുണ നൽകുന്നു. പിന്നീട് നമ്മുടെ ടി കെ ഗോവിന്ദൻ, ശ്യാമള ടീച്ചറെ കാണാണ്ടോ? ശ്യാമള ടീച്ചർ എന്ന് പറയുന്ന അന്തൂർ സാജനെ കൊലക്ക് കൊടുത്ത എന്തൊക്കെയായിരുന്നു ഇവിടെ അല്ലേ. ശ്യാമള ഏറ്റവും വലിയ സഖാവാണ്. പ്രവർത്തന പരിചയം എം വി ഗോവിന്ദനേക്കാളൊക്കെ പ്രവർത്തന പരിചയം. എം വി ഗോവിന്ദന്റെ ഭാര്യയായിട്ടൊന്നല്ല കേട്ടോ, ഏറ്റവും വലിയ പ്രവർത്തന പരിചയം. തോറ്റ് നാറിപ്പോയില്ലേ അല്ലേ ഗോവിന്ദൻ പോലും പിന്നെ സദാ എളിഞ്ഞ് ചിരിച്ചു നടക്കുന്ന ഗോവിന്ദൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും അത്തരം ഞാൻ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ വിസ്മയ തിരയാണ്. അങ്ങനെ ഇതാണ് ഏറ്റവും വലിയ സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിസ്മയ തിര. ആ രീതിയിലാണ് ഒരു ഇലസ്ട്രേഷൻ കൊടുത്തത്. വിനയ തേജസ്വിയുടെ ഇലസ്ട്രേഷൻ ഏറ്റവും മനോഹരമായിട്ട് ഇങ്ങനെ ആ തിരയിൽ ഇങ്ങനെ കുതിച്ചു വരുന്ന സതീശനും ചെന്നിത്തലുണ്ട്. വലതുഭാഗത്ത് ചെന്നിത്തല, ഇടതുഭാഗത്ത് സതീശനുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അങ്ങനെ UDF-ലെ നേതാക്കന്മാരൊക്കെ ആഹ്ലാദാരവങ്ങളോടെ വരികയാണ് കേട്ടോ. UDF-ന് ചരിത്ര വിജയം, 102 സീറ്റ്. CPM 67 നിന്ന് 26. നേരത്തെ 67 സീറ്റ് ഉണ്ടായിരുന്ന CPM-ന് ഇപ്പോൾ കിട്ടിയത് 26. ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പം, ഈ മണ്ഡലങ്ങളൊക്കെ പുനർനിർണയം ചെയ്തു കഴിഞ്ഞപ്പം CPM-ന് 59 സീറ്റ്. CPM ഇനി എന്ത് ചെയ്താലും, ഇനി അവിടെ ഒന്നും പ്രചാരണം നടത്തിയില്ലെങ്കിലും CPM-ന് ഉറപ്പിച്ച് 59 സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇപ്പൊ കാണുന്നില്ല. അവരെ കണ്ടം വഴി ഓടിക്കഴിഞ്ഞു. അതായത് CPM-ന് കഴിഞ്ഞ പ്രാവശ്യം 67, ഇപ്രാവശ്യത്തിലാണ് 26. തോന്നിയാസം കളിച്ചാൽ ഇതപ്പൊ 26 തന്നെങ്കിലും ഉണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026 കഴിഞ്ഞ 2031 തെരഞ്ഞെടുപ്പിൽ ഈ 26 എന്ന് പറഞ്ഞ 2 അക്ക സംഖ്യ ഉണ്ടല്ലോ, ഒറ്റക്ക സംഖ്യ 0 കിട്ടാതെ രക്ഷപ്പെട്ടാൽ ഭാഗ്യം നികർത്തിക്കൊള്ളി കേട്ടോ. അപ്പൊ ഏതായാലും അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാം. എങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പൂട്ടിച്ച് എന്ന് പറഞ്ഞ് നടക്കലായിരുന്നു. ഞങ്ങൾ പൂട്ടിച്ച് 2016 BJP-യെ പൂട്ടിച്ചു വിട്ടു. ഇനി തുറക്കൂല, ഇരട്ടപ്പൂട്ടിട്ടാ പൂട്ടിച്ചതെന്ന്. അവസാനം രാജീവ് ചന്ദ്രശേഖർ ഇരട്ടപ്പൂട്ടും തുറന്നു. നിയമവും കിട്ടി, കണക്കൂട്ടവും കിട്ടി, പിന്നെ ഇവിടെ ചാത്തന്നൂരും കിട്ടി അല്ലേ. അങ്ങനെ 3 സീറ്റുമായി BJP എത്തിയിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്ന പൂരം അത് നമുക്ക് വിശദമായി പറയാം. ഒക്കെ ഏതായാലും CPM 67 നിന്ന് 26 കേട്ടോ. 26. CPI കുറച്ചും കൂടി ഒരു മെച്ചമുണ്ട് കേട്ടോ. കാരണം 17 നിന്ന് 8 കിട്ടിക്കുന്നു. 17 നിന്ന് എന്ന് പറഞ്ഞാൽ വലിയേട്ടനേക്കാൾ CPI. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ജനയുഗം പത്രത്തില് നല്ല ഷാർപ്പ് എഡിറ്റോറിയൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇത് പിന്നെ CPI നേരത്തെ തന്നെ CPIയുടെ പല ജില്ലാ കൗൺസിലുകളിലും സംസ്ഥാന കൗൺസിലുകളിലൊക്കെ നിരന്തരം പറഞ്ഞതാണ്, പിണറായി വിജയൻ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. പിണറായി വിജയൻ CPM-നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല,
ഈ എൽ ഡി എഫിനെ അല്ലെങ്കിൽ ഈ ഇടതു ഭരണത്തെ പിണറായി വിജയൻ നശിപ്പിക്കുമെന്ന് ഈ CPI സഖാക്കള് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന് പിന്നെ അതിനുള്ള ആംബിയർ ഇല്ലാത്തതുകൊണ്ട്, കാരണഭൂതത്തിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ മുട്ടിടിക്കുന്നതുകൊണ്ട് ബിനോയ് വിശ്വത്ത് ഒന്നും പറയുന്നില്ല. ഓ അംബ്ര എന്ന് പറഞ്ഞാണ്ട് മൂപ്പര് ഇങ്ങനെ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് പഴയ പോലെയുള്ള ഏതെങ്കിലും നേതാക്കന്മാരായിരുന്നു CPI ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, പിണറായി വിജയന്റെ ട്രൗസർ അഴിപ്പിക്കായിരുന്നു. ഏതായാലും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്. അതായത് ഇന്നത്തെ എഡിറ്റോറിയൽ അങ്ങനെയാണ്. അതായത് ശക്തമായ ഭരണവിരുദ്ധ വികാരം, അത് പിന്നെ ഇവര് പറയേണ്ട കാര്യമില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ബാക്കിപത്രമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലമാണ്, അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇത്തരത്തിലുള്ള വൻ UDF വിജയം എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. രാഷ്ട്രീയത്തിന്റെ ABCD അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. പക്ഷെ കൈരളി മാത്രം കാണുന്ന, ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തംകമ്മികൾക്ക് പിണറായി വിജയന്റെ അപ്പി തിന്നാതെ ഉറക്കം വരില്ല എന്നുള്ള കുറെ അന്തംകമ്മികൾക്ക് ഇവരിപ്പോഴും നേരം എടുത്തില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ രസം. അതായത് ഇമ്മാതിരി ഒരു എന്താ പറയാ, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക്, ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോയിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയില് ഓ ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ഞങ്ങൾ ഇതാ വരാൻ പോകുന്നു, ഇതൊന്നും ഒരു പരാജയമല്ല, ഇത് പിന്നെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റൂല, ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല. പിണറായി വിജയന്റെ ഈ 10 വർഷങ്ങൾ എന്തൊക്കെയായിരുന്നു, പക്ഷെ ജനങ്ങൾക്ക് ആവശ്യം ഉമ്മൻചാണ്ടിയുടെ ഇരുണ്ട ഭരണമാണ്, അതാണ് സംഭവിച്ചത്. ഞങ്ങൾ എന്തൊക്കെ ഇവിടെ വികസനത്തിന്റെ പെരുമഴയല്ലായിരുന്നോ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ചില അന്തം കമ്മികളുണ്ടല്ലോ, അത് ചില ആൾക്കാർക്ക് അത്യാവശ്യം ബോധം വന്നത്. നമ്മുടെ ഈ അശോകൻ ചെരുവിലിന്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ, സുജാ സൂസൻ ജോർജിന്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ചെറിയൊരു ആശ്വാസം കേട്ടോ. പക്ഷെ അതിന്റെ അങ്ങേപ്പുറത്തേക്ക് ഇതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള അങ്ങേപ്പുറത്തേക്കുള്ള എന്താ പറയാ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ട കണ്ണ് കളിപ്പുക. ഇവരൊന്നും ഒരു കാലത്തും ഇവർ നന്നാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കപ്പോഴാണ്. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലതു ഭാഗത്തേക്ക് വന്നാലേ, കോൺഗ്രസിന് 63 സീറ്റ്, 1960 റെക്കോർഡിനൊപ്പം LDF 35, NDA 3. പിന്നീട് മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകൾ UDF തൂത്തുവാരി. എവിടേക്കാണ്? മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകൾ UDF തൂത്തുവാരി. അമ്പലപ്പുഴയിൽ G സുധാകരൻ, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. ഇതാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ 3 പേരുടെ വിജയം കേട്ടോ. ഈ 3 പേരുടെ വിജയം CPM-കാരെങ്ങനെ എന്താ പറയാ പൊതുവേദിയിൽ കൊണ്ടു നിർത്തിയിട്ടേ ഉടയാട അഴിപ്പിച്ചിട്ട് ഇങ്ങനെ നഗ്നരായി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആര്? ഒന്ന് G സുധാകരൻ, മറ്റൊന്ന് TK ഗോവിന്ദൻ, മറ്റൊന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ്. കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ പുസ്തകം ഓർമ്മയുണ്ടോ? കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ പുസ്തകം നേതൃത്വത്തെ അണികൾ തിരുത്തണം, തിരുത്തി അണികൾ നേതൃത്വത്തെ വിറപ്പിച്ചു അല്ലേ? ധർമ്മടത്ത് പോലും പിണറായി വിജയൻ 6 റൗണ്ടിൽ പിന്നിലാണെന്ന് പറഞ്ഞപ്പോ കാരണഭൂതമേ ഒന്നും പറയാനില്ല കേട്ടോ, എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി വാള്, ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഇന്ദ്രൻ ചന്ദ്രനും ഇടയിലൂടെ ഇങ്ങനെ വന്ന ആള് ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചാൽ ആൾക്കാർക്ക് ഓടും. അവസാനം ആക്ഷനും ഇല്ല, ഊരിപ്പിടിച്ച വാളും ഇല്ല, മൂപ്പരെ കാണാനില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് എത്തിയതാ കേട്ടത്. വളരെ എന്താ പറയാ, ആരും കാണാതെ തലയിൽ മുണ്ടിട്ട് കാരണഭൂതം അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണഭൂതത്തിന് വേറെ ചില പണികളുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഏതായാലും ഈ 3 പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം, G സുധാകരൻ, TK ഗോവിന്ദൻ, അതായത് V കുഞ്ഞികൃഷ്ണൻ, ഈ 3 പേരുടെ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഈ 102 സീറ്റുകൾ UDF നേടി എന്നുള്ളതിനേക്കാൾ ഒക്കെ അങ്ങേപ്പുറം CPM-നെ ഞെട്ടിപ്പിക്കേണ്ടത് നിങ്ങളുടെ സഖാക്കൾ 916 പരിസ്ഥിതിയുള്ള ഈ 3 സഖാക്കളുടെ അടുത്തുനിന്ന് ആരും എത്തില്ലടോ. ആരെത്താ? CPM എന്താണ്, കമ്മ്യൂണിസം എന്താണ്, മാർക്സിസം എന്താണ് എന്നുള്ളതിന്റെ മൂർത്തി രൂപങ്ങളായ 3 സഖാക്കൾ അല്ലേ? കുഞ്ഞികൃഷ്ണൻ സഖാവ് രക്തസാക്ഷി വണ്ട് കട്ടുമുടിച്ചു നിങ്ങൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പം മൂപ്പരെ പിടിച്ച് പുറത്താക്കി കാണുന്നു. എന്നിട്ട് ഈ കട്ടുമുടിച്ച ആന കള്ളനെ പിടിച്ച് കണ്ട് സ്ഥാനാർത്ഥിയാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം. ധനരാജിന്റെ പേരിൽ പിരിച്ച ഈ രക്തസാക്ഷി ഫണ്ട് വേറെ ഒരുപാട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസിന് വേണ്ടി കളക്ട് ചെയ്ത ഫണ്ട്, അതൊക്കെ വേറെ ഉണ്ട്, അതൊക്കെ പോട്ടെ.
രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ കട്ടുമുടിച്ചു, കണക്കവിടെ എന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് ചോദിച്ചപ്പോ കുഞ്ഞികൃഷ്ണൻ സഖാവിനോട് പറഞ്ഞു കണക്ക് പുറത്ത് എന്ന് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ സഖാവ് പുറത്തേക്ക് കടന്നു. മൂപ്പര് തന്റെ പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിൽ എല്ലാ വിവരമുണ്ട്. അപ്പോഴാണ് കെ രാഗേഷ് എന്ന് പറയുന്ന അധമൻ പൊട്ടൻ പത്രസമ്മേളനം നടത്തി. എന്നിട്ട് പറയാണ് ഞങ്ങൾ കണക്കൊന്നും തരില്ല, ഞങ്ങൾ പിരിപ്പിക്കും, കണക്കൊന്നും തരില്ല, ഞങ്ങൾ അത് ബഹുജനത്തിനെ കൊടുക്കുള്ളൂ, പൊതുജനത്തിന് കൊടുക്കൂല, ബഹുജനത്തിനെ കൊടുക്കുള്ളൂ. എന്താ സഖാവി പൊതു വ്യത്യാസം? അതിന്റെ പൊതുജനം ചോദിക്കണ്ട, ഞങ്ങൾ ബഹുജനത്തിന് കൊടുക്കും. ബഹുജനം നിറ ഞങ്ങളാണ്, പൊതുജനം നിറ ഞങ്ങളാണ്, കഴുതകളാണ്, കൊടുക്കൂല. അപ്പോഴാണ് പൂമരൻ വന്നത്. പൂമരൻ ഈ CPM-നെ ഇത്രയും തോൽപ്പിച്ച മറ്റൊരാളാണ് പൂമരൻ. എം സ്വരാജ് എന്ന് പറയുന്ന അധമൻ പൊട്ടൻ അല്ലേ? ഇവൻ എന്നിട്ട് വിളിക്കാണ് കുഞ്ഞികൃഷ്ണനെ കള്ളൻ ചോദിച്ചാൽ കൊടുക്കൂല. കള്ളൻ ചോദിച്ച നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്, രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ കട്ടു, കണക്ക് സഹിതം തെളിവ് സഹിതം പറയാണ് ഇതൊക്കെയാണ് നിങ്ങൾ കട്ടത് എന്ന് പറയുമ്പോ കെ രാഗേഷിനെ സമ്മതിക്കുക. കെ രാഗേഷ് പറഞ്ഞു ഞങ്ങൾ കണക്ക് കാണിക്കൂല, കാണിച്ചു കഴിഞ്ഞാൽ അത് പൊളിയേ, ഞങ്ങൾ കാണിക്കൂല, ഞങ്ങൾ കക്കും മുക്കും നക്കൊക്കെ ചെയ്യും, ഞങ്ങൾ കാണിക്കില്ല എന്നാണ് കെ രാഗേഷ് പറഞ്ഞത്. അപ്പോഴത്തേക്കാണ് പൂമരം എന്ന് പറഞ്ഞത് കള്ളന്മാര് ചോദിച്ചാൽ കൊടുക്കൂല. ആര് കള്ളൻ? ഇത് കട്ടു എന്ന് പറഞ്ഞ ആള് കള്ളനാണ് അത്രേ. ഇവനാണ് കള്ളൻ. ആര്? ഈ പൂമരൻ സ്വരാജ്. ഇവന്റെ കള്ളത്തരം ആൾക്കാർ പിടിച്ചതാണ്. ഇവന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, പൂമര പുസ്തകം. ഈ പൂമര പുസ്തകത്തിലെ കാര്യം മുഴുവനും മൂപ്പര് കട്ടതാണ്. അത് പൊതുമണ്ഡലത്തിൽ അറിയാം. പിന്നെ സഖാക്കന്മാര് പുസ്തകം വായിക്കാത്തതുകൊണ്ട് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ പൂമരൻ സ്വരാജ് എന്ന് പറയുന്ന ആള് ഇമ്മാതിരി പൊട്ടന്മാരുടെ പൊട്ടനാണ് ഇയാള് എന്ന് ഈ സഖാക്കന്മാർക്ക് പോലും അറിയാം. മാത്രമല്ല എന്തുകൊണ്ട് CPM-ൽ നിന്ന് ഇത്രമാത്രം ഹൈന്ദവ വോട്ടുകൾ പോയി എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു പകുതിയല്ല 3/4 ഉത്തരവാദിത്വം ഈ പൊട്ടന്റേതാണ്. ഇവനാണ് പ്രസംഗിച്ചത്. മാളികപ്പുറത്തമ്മ കരഞ്ഞപ്പോൾ പ്രളയമുണ്ടായി. നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങോട്ട് കയറാം എന്നൊക്കെ പറഞ്ഞ അധമൻ അല്ലേ, ഹൈന്ദവ വിരുദ്ധൻ. ഇവനാണ് CPM-നെ എന്ത് ചെയ്തതെന്നറിയോ? CPM-നെ ഇത്ര ഭീകരമായി ഇത്ര അപമാനത്തിന്റെ കയത്തിൽ കാട്ടിയത് എം സ്വരാജ് തന്നെയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. അതായത് എം സ്വരാജും മറ്റേ നികേഷും കൂടി ഒരു ഇന്റർവ്യൂ ഇവർ ചർച്ച ചെയ്യാണ്. ഇങ്ങനെ തോറ്റത് നികേഷ് ചോദിക്കണമല്ലോ, സ്വരാജ് എങ്ങനെയാണ് നമ്മൾ തോറ്റത്? അപ്പോൾ സ്വരാജ് പറയുന്നു നമ്മൾ തോറ്റതിനുള്ള കാരണം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവന്മാരെ രണ്ടെണ്ണത്തിനും തെരണ്ടിവാലോട്ട് അടിച്ച് ഓടിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നികേഷ് കുമാർ കണക്ക് തീർക്കുകയാണ്. നികേഷ് കുമാറിന്റെ അച്ഛനെ MV രാഘവൻ എങ്ങനെയൊക്കെയാണോ ഈ പാർട്ടി അപമാനിച്ചത് അതിനുള്ള കണക്ക് തീർക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് നികേഷ് കുമാർ അത് മനസ്സിലാക്കില്ല. പൊട്ടൻ നമ്മുടെ ഈ അപ്പം ഗോവിന്ദന് പിന്നെ ബുദ്ധിയും വിവരമില്ലാത്തോണ്ട് ഇതൊന്നും അറിയില്ല. അപ്പം ഗോവിന്ദന് മനസ്സിലായിട്ടില്ല നികേഷ് കുമാർ കളിച്ചത് തോൽപ്പിക്കാനുള്ള കളിയാണെന്ന്. ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇന്നത്തെ വീഡിയോ എങ്ങനെ തോറ്റു? ഇവരുടെ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ? അപ്പൊ ഏതായാലും ഈ മൂന്ന് പേരുടെ വിജയം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചരിത്രമാണ് CPM-നെ പഠിപ്പിക്കുന്നത്. അണികൾ തിരുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. തിരുത്തുകയല്ല, തിരുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ CPM പഠിക്കില്ല. ഇന്ന് കുറച്ചു മുമ്പ് ഏഷ്യാനെറ്റിലെ TKGയുടെ ഇന്റർവ്യൂല് TKG പറയുന്ന എന്താണെന്നറിയോ? ചർച്ച ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതായത് ഇപ്പൊ എല്ലാ മറ്റേ CPM-ന്റെ സെക്രട്ടറിയൊക്കെ പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവാണ് അല്ലേ? ചർച്ചയൊക്കെ നല്ലതാണ്. പക്ഷെ ചർച്ച നടത്തി കഴിഞ്ഞിട്ടേ അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു തീരുമാനം എടുത്തിട്ട് അത് നടപ്പാക്കണം. അത് ചെയ്യാറില്ല. കുറെ കാലമായി താഴെ തട്ടിലൊക്കെ ചർച്ച നടത്തും. ബ്രാഞ്ച് തലത്തില്, ഏരിയ തലത്തില് ഒക്കെ ഇങ്ങനെ ചർച്ച നടത്തി ഇതൊക്കെ ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊടുക്കും. സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൊടുക്കും. അത് പിന്നെ PB-യിലേക്ക് പോകും. മറ്റേ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് പോകും. ഒരുപാട് കമ്മിറ്റികളും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ അവിടെ കൊണ്ടുപോയി അവിടെയായിട്ട് വെക്കും. കാരണം ഇവിടെ കാരണഭൂതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അന്വേഷണവും ഇല്ല, ഒരു റിപ്പോർട്ടും ഇല്ല, ഒക്കെ തൊട്ടിക്കളയാൻ പറയും. എന്നിട്ട് കാരണഭൂതം പറയും ഞാൻ പറയുന്നതാണ് ശരി. പക്ഷെ ഇനി എന്തിന് കാരണഭൂതത്തെ പേടിക്കണം? അവിടെയാണ് ചോദ്യം. പലരും ചോദിക്കുന്നു ഇത്രയും നാൾ നിങ്ങൾ കാരണഭൂതത്തെ പേടിച്ച് നടന്നു, ഇനി അച്ചങ്ങായി എന്തിനാണ് പേടിക്കുന്നത്? അയാൾ തോറ്റുപോയില്ലേ? എമ്മാരി തോൽവി. ധർമ്മടത്ത് 6 റൗണ്ടിൽ പിന്നിലാണെന്ന് പറഞ്ഞാൽ പിന്നെ ചങ്ങായിനെ കൊണ്ട് എന്ത് കാര്യം? ഇയാൾ വലിയ വട്ടപൂജയാണ് CPM-ല്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി.
നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് 6 റൗണ്ടിൽ ഇങ്ങനെ മുട്ട 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 അവസാനം അവന്റെ എത്ര 19,000 വോട്ട്, 50,000 ചില വോട്ട് നേടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ടാ പറഞ്ഞ ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിരുദ്ധ വികാരമില്ല. പക്ഷെ പിണറായിക്ക് കഴിഞ്ഞ പ്രാവശ്യം 50,000 കൂടുതൽ വോട്ട് കിട്ടിയപ്പോ ഇപ്രാവശ്യം 19 കിട്ടിയിട്ടുള്ളൂ. പിണറായിനോടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ വിചാരിച്ചു ഇപ്പൊ ആണ്ട കൊടുക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തല്ലേ ഇനിയിപ്പോ അവന് വേണ്ട. അതാണ് സ്വരാജിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സ്വരാജ് പറയുന്നറിയോ, അതായത് ആൾക്കാർക്കൊക്കെ തോന്നി 2 പ്രാവശ്യം പിണറായി ജയിച്ചതല്ലേ, ഇനിയിപ്പോ 3-ാം പ്രാവശ്യം പിണറായി വേണ്ട, അമ്പക്ക് UDF-നെ ഒന്ന് അധികാരത്തിൽ കയറ്റിയാലോ. പിണറായിന്റെ ഭരണം നല്ല ഭരണമാണ്, ആകെ വികസനം കണ്ണു കാണില്ല വികസനം കൊണ്ട്. പക്ഷെ വേണ്ട, അമ്മക്ക് മറ്റോരൊന്ന് പരീക്ഷിക്കാം. മുപ്പരെ കണ്ടുപിടുത്താണ് സ്വരാജിന്റെ എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഇല്ലാന്ന്. ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിജയന്റെ ഭരണം സൂപ്പർ ഭരണമായിരുന്നു. പക്ഷെ ആൾക്കാർ വിചാരിച്ച് നമുക്ക് മറ്റേതൊന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്ത ആൾക്കാരെ ഇത്രയും ബോധം വിവരമില്ലാത്ത ആൾക്കാരാണെന്ന് പറയാണ്. ഇവന് വിവരമില്ല. പക്ഷെ എന്റെ വിചാരം പറഞ്ഞാൽ നാട്ടിലെ ആൾക്കാർക്ക് ഒന്നും വിവരമില്ല എന്നുള്ളതാണ്. ജനങ്ങൾ വളരെ കൃത്യമായി തോന്നിയാസം കളിച്ച തെമ്മാടിത്ത ഭരണം കൊടുത്ത പിടിച്ച് പുറത്താക്കി. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണിത്. അതായത് ഈ സർക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഇവര് മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പണിക്കാരാടോ. 5 വർഷത്തേക്ക് ഇവർക്ക് ഒരു കരാർ കൊടുക്കണം. 5 വർഷം നിങ്ങൾക്ക് ഇതാ ഒരു സിസ്റ്റത്തെ തരുന്നു. അതിനെ നിങ്ങളൊന്ന് ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി ഈ നാടിനെ നല്ല രീതിയിലൊക്കെ എന്ത് ചെയ്യണം, അതിനൊന്ന് ഒരു സിസ്റ്റം ഉണ്ടാക്കണം. എന്നിട്ട് അതിനെയൊക്കെ നോക്കി പരിപാലിക്കണം. ഇതിനൊക്കെയാണ് നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ ഒരു കാലാവധി തരുന്നത്. അതിനുള്ള കൂലി തരുന്നേ. അതിനുള്ള നിങ്ങൾക്ക് കൂലിയും അതിനുള്ള അലവൻസും കാര്യങ്ങളും ഒക്കെ തരും. നിങ്ങൾ മര്യാദയ്ക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ മാറ്റിക്കൊണ്ട് വേറെ ആൾക്കും. അത്രേ ഉള്ളൂ. ഇപ്രാവശ്യത്തെ UDF-നെ അധികാരത്തിൽ കയറ്റുന്നു. ഇവരോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇവർ ചെയ്തില്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ മാറ്റും. അത്രേ ഉള്ളൂ. നമ്മളെ പറമ്പിൽ ഒരാൾ മര്യാദയ്ക്ക് വന്നിട്ട് പണിയെടുത്തില്ലെങ്കിൽ അടുത്ത അയാളെ മാറ്റും, അയാൾ പുതിയ ഒരാളെ കൊണ്ടുവരും. അത്രേ ഉള്ളൂന്നേ. ഇതല്ലാതെ പിണറായി ഞാനല്ലാതെ LDF അല്ലാതെ മറ്റാരുണ്ട്? എന്താണ് LDF അല്ലാതെ മറ്റാരുണ്ട്? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ വീട്ടിൽ നിന്ന് പോയിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൂപ്പര് LDF അല്ലാതെ മറ്റാരുണ്ട്? അതിന്റെ അടുക്കാണ് ശൈലജ ടീച്ചറിന്റെ കാര്യം അല്ലെ. ശൈലജ ടീച്ചറമ്മനെ പേരാവൂര് പിടിക്കാൻ കൊണ്ടുവന്നാണ്. പേരാവൂര് ഞങ്ങൾ പിടിച്ചടക്കും. ആരുടെ? ശൈലജ ടീച്ചറുടെ. ഇത് അന്തംഗമ്മികളൊക്കെ വിശ്വസിച്ച്. നമുക്കൊക്കെ അറിയില്ലേ, എല്ലാവർക്കും ഇവിടുത്തെ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർക്ക് അറിയാം. IM-നെ തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ടിട്ടതാണ് അല്ലെ. തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പേരാവൂരിൽ കൊണ്ടിട്ടതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ പേരാവൂര് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചറമ്മനെ കൊണ്ടിട്ടാണ്. ടീച്ചറമ്മയും പറഞ്ഞു ഞാൻ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ സണ്ണി ജോസഫിന്റെ മണ്ഡലത്തില്. അവസാനം ടീച്ചറമ്മന്റെ പിടിച്ചെടുക്കൽ റെഡിയായി. അങ്ങനെ ടീച്ചറമ്മയും പോയി. ഇതാണ് നമ്മളെ സഖാക്കളുടെ. എന്നാണ് ഇവർക്കൊരു വിവരം വെക്കുക ആൾക്കാർ ചോദിക്കുന്നത്? എന്ന് വിവരം വെക്കുക? നമ്മളെ ഏറിയ മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ അങ്ങേ പുറത്തെ ഏതായാലും പിണറായി എന്നുള്ള സൂക്തം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അത് പതുക്കെ പറയും. പിണറായി എന്നല്ല, പുറനായി. അവസാനം പുറനായി പോയി. ഇനിയിപ്പോ മരോനായിരിക്കും. മരോന്റെ കഥ വേറെ ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ വളരെ വിശദമായി പറയാം കേട്ടോ. ഇനി മറ്റൊന്നതാ, 19 മന്ത്രിമാരിൽ 13 പേരും LDF കൺവീനറും. LDF കൺവീനർ തോറ്റതാണ് ഏറ്റവും വലിയ സമയം. TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ വലിയ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളുടെ എന്താ പറയാ കോരിച്ചെരിയുന്ന വലിയ പടസ്രാളാണ് ആര്? ഈ TP രാമകൃഷ്ണൻ. അവിടെ കൊണ്ടിട്ടത് നല്ല എന്താ പറയാ പടക്കണ ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ലീഗിന്റെ യൂത്ത് ലീഗിന്റെ കരുത്തുറ്റ പോരാളി ഫാത്തിമ തഹലിയ. ഫാത്തിമ തഹലിയല്ലേ, അത് സാരല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളെ ഈ സഖാക്കന്മാരിങ്ങനെ കുത്തിരുന്നേനി. അവസാനമാണ് ഫാത്തിമ തഹലിയ വളരെ കൃത്യമായി വളരെ ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാരോട് ഇവർക്കില്ലാത്ത ഗുണം ഫാത്തിമ തഹലിക്കുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഹൃദയം തുറന്ന് സംസാരിക്കുക, അവരെ സഹജീവികളെ കണക്കാക്കുക, സ്നേഹം, മാനവികത, ഇതൊക്കെ ഫാത്തിമ തഹലിയ
ഈ സഖാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ സഖാക്കൾക്ക് ഒന്നും വേണ്ട. സഖാക്കളെ വരെ കുത്തിത്തിരിപ്പുണ്ടാക്കി. ഓ, അത് കൗമിലെ പെൺകുട്ടി. എന്താണ് കൗമിലെ? നമ്മൾ കേട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ കൗം എന്താണ്? കൗമിലെ പെൺകുട്ടി. അപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കൗമിലെ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ മുസ്ലിം വിഭാഗം ഉപയോഗിക്കുന്ന അവരുടെ മതത്തിൽപ്പെട്ട ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എന്നാണ് അത്ര കൗമിലെ പെൺകുട്ടി. അപ്പൊ കൗമിലെ പെൺകുട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ലീഗുകാര് അവരുടെ സമുദായങ്ങളിൽ ആൾക്കാരോടൊക്കെ പറയുന്നു, അങ്ങനെ ഒരു വർഗീയത സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് CPM-കാര് മൈക്ക് പ്രചാരണം. അവസാനം അത് കേസായി, കൊല്ലാപ്പായി. അവസാനം TP രാമകൃഷ്ണൻ പറഞ്ഞു ഞാനറിയില്ല അത് ഞങ്ങളെ വണ്ടിയല്ലാന്ന്. നിങ്ങളെ വണ്ടിയല്ലാതെ പിന്നെ നിങ്ങളെ ഈ പ്രചാരണ വാഹനവും നിങ്ങളുടെ ഈ പ്രചാരണ ബോർഡൊക്കെ കൊണ്ടിട്ട് വേറൊരു വണ്ടി പോകിടൂ. നാവിടുത്തെ കള്ളത്തരെ പറയുള്ളൂ. അവസാനം ആകെ അലമ്പായി. അത് പിന്നെ അങ്ങനെയായിട്ട് പോയി. ഏതായാലും ജനങ്ങൾക്ക് മനസ്സിലായി ഈ വടകരയില് ഈ ടീച്ചർ അമ്മ എങ്ങനെയാണോ ഷാഫി പറമ്പിലിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത്, അതിന്റെ വേറൊരു വേർഷനാണ് ഇത് എന്നൊക്കെ മനസ്സിലായി. അവസാനം ആൾക്കാർ അതാ പറയുന്നത്. ജനങ്ങൾ കുഞ്ഞികൃഷ്ണ സഖാവ് പറഞ്ഞാറേ നേതൃത്വത്തെ അണികൾ വോട്ട് ചെയ്തോ. CPM-ലെ ആൾക്കാർ തന്നെ. നിങ്ങൾ ആലോചിച്ചോക്കണം, ഈ വോട്ടൊക്കെ എവിടുന്ന വരുന്നത്? നമ്മൾ ഈ കണക്ക് നോക്കിയാൽ അറിയാം. BJP-യുടെ വോട്ട് പഴയ അതായത് 2021 BJP കിട്ടിയ വോട്ടിനേക്കാൾ കൂടിയാണ് BJP-യുടെ വോട്ട് അല്ലേ? കുറഞ്ഞത് സഖാക്കന്മാർക്ക്. നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ എല്ലാ പത്രത്തിലും ഉണ്ട്. മലയാള മനോരമയുടെ ഉള്ളിലെ പേജില്, എന്താ പറയാ, മാതൃഭൂമിയുടെ ഉള്ളിലെ പേജ്, ദേശാഭിമാനി പറയുന്നുണ്ട്. ദേശാഭിമാനിയുടെ ഉള്ളിലെ പേജിലുണ്ട് കഴിഞ്ഞ 2021 കിട്ടിയ വോട്ടും 2026 കിട്ടിയ വോട്ടും. ദേശാഭിമാനി എനിക്ക് തോന്നുന്നു 21 കിട്ടിയ വോട്ട് കൊടുത്തില്ല. പക്ഷെ മലയാള മനോരമ വളരെ കൃത്യമായി 2021 ഈ 140 മണ്ഡലങ്ങളിലും 2021 എത്രയായിരുന്നു ഭൂരിപക്ഷം, 2026 എത്രയാണ് ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ അറിയാം. സഖാക്കന്മാരുടെ വോട്ട് മുഴുവൻ ചോർന്നു അല്ലേ? ഇവിടെ ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞ പ്രാവശ്യം മട്ടന്നൂർ അല്ലേ, ശൈലജ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം അനുസരിച്ച് അവിടെ കിട്ടിയത് ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു അല്ലെ, 60,000-ഓളം വോട്ട്. VK സരോജിന് ഇപ്രാവശ്യം കിട്ടിയതോ അതിന്റെ 1/3 ഭാഗം. കാരണഭൂതത്തിന് 50+ കിട്ടി. 50,000-ൽ കൂടുതൽ കിട്ടിയപ്പോൾ ഇപ്രാവശ്യം കിട്ടിയത് 19,000. മരുവാന് 28,000 കിട്ടിയത് ഇപ്രാവശ്യം കിട്ടിയത് 7,000. എല്ലാവർക്കും വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നിട്ടും പറയാം ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിരുദ്ധ വികാരം. അത് തീരല്ലേ? പിണറായി വിരുദ്ധ വികാരം തീരല്ല. അതുകൊണ്ടാണ് ധർമ്മടത്ത് 6 റൗണ്ടിൽ മൂപ്പർ ഇങ്ങനെ വിറച്ചത്, പിന്നിലായി പോയത്. ഭരണവിരുദ്ധ വികാരം ഇല്ല, പിണറായി വിരുദ്ധ വികാരം ഇല്ല. പിന്നെ ആൾക്കാർ പൊട്ടന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല. അതപ്പോ പറയുന്നത്. എന്നിട്ടാ പഠിക്കുന്നു പറഞ്ഞത്. ഞങ്ങൾ ചർച്ച ചെയ്യും, പഠിക്കും. അതിന് മുന്നേ തന്നെ പറഞ്ഞു, ചർച്ച ചെയ്യാൻ പഠിക്കുന്നതിന് പോണതിന് മുന്നേ തന്നെ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ല. ഇനി വേറെന്തെങ്കിലും വികാരമുണ്ടോ എന്ന് ഇവര് അന്വേഷിക്കണം. ഇനി ഇതിന്റെ ബാക്കി LDF-ന്റെ 50 സിറ്റിംഗ് MLA-മാർ തോറ്റു. LDF-ന്റെ 50 സിറ്റിംഗ് MLA-മാർ തോറ്റു. UDF-ന്റെ മത്സരിച്ച 32 MLA-മാരും ജയിച്ചു. പോരെ? ഇനി നിയമവും കണക്കൂട്ടവും ചാത്തന്നൂരും പിടിച്ച് BJP. ഭൂരിപക്ഷത്തിൽ റെക്കോർഡിട്ട് PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് 85,327 മലപ്പുറത്ത്. കുറഞ്ഞ ഭൂരിപക്ഷം മണലൂരിൽ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആർക്കായിരിക്കും? അവന് ചോദിക്കാണ്ടോ? CPM-ന് നമ്മളെ രവീന്ദ്ര മാഷാണ്. രവീന്ദ്ര മാഷ് ആയതുകൊണ്ട് അവിടെ കഴിച്ചിലായതായിരിക്കും. രവീന്ദ്ര മാഷിന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ CPM-ന് കിട്ടുന്ന വോട്ട് മാത്രമല്ല, മാഷ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട്, നല്ല മനുഷ്യനായതുകൊണ്ട് അങ്ങനെ C രവീന്ദ്രനാഥിന് 126 വോട്ട്. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് C രവീന്ദ്രനാഥ് ജയിക്കുന്നത്. കേരള കോൺഗ്രസ് M 12 സീറ്റിലും തോറ്റു. 12 സീറ്റിലും കേരള കോൺഗ്രസ് M തോറ്റു. പണ്ട് ജോസ് കെ മാണിനെ ക്ഷണിച്ചതായിരുന്നു UDF-ലേക്ക്. ഇങ്ങോട്ട് പോരി അവിടെ രക്ഷ ചെയ്യാന്ന് പറഞ്ഞതാണ്. മുപ്പിൽ അയ്യേ ഞങ്ങൾ വരില്ല, ഞങ്ങൾ വരില്ല. ഇപ്പൊ എന്തായി? ജോസ് കെ മാണി മൊത്തം പോയില്ലേ. ഇനി അങ്ങനെ സാധനം കേരള കോൺഗ്രസ് തീർന്ന്. ഇനി എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി സംഭവിക്കാൻ പോകുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പതുക്കെ UDF-ലേക്ക് ഇങ്ങനെ വരും. CPI വരെ ഇങ്ങോട്ടേക്ക് വരും. കാരണം ഇവർക്കെല്ലാം മനസ്സിലാക്കുന്നു ഇനിയുള്ള കാലത്ത് LDF എന്ന് പറഞ്ഞ പരിപ്പ് ഇനി വേവൂല എന്ന് ഇവർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘടകകക്ഷികൾ ഓരോന്നായിട്ട് UDF-ലേക്കോ അങ്ങനെയൊക്കെയാണ്. അതിന്റെ അണിയറ സംസാരങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും പെട്ടെന്നുണ്ടാവില്ല. കാരണം അടുത്ത ഭരണം വരുമ്പോഴത്തേക്ക് കാണാം UDF എന്ന് പറയുന്നത്
UDF എന്ന് പറയുന്നത് CPIയും മറ്റേ ജോസ് കെ മാണി ഒക്കെ ഉൾപ്പെട്ട ഒരു വലിയ ഒരു മുന്നണിയായി മാറുകയും CPM എന്ന് പറയുന്ന പിണറായി വിജയന്റെ അപ്പി തിന്നുന്ന ആൾക്കാർ മാത്രമുള്ള അധകൃത പാർട്ടിയായി മാറുകയും ചെയ്യുന്ന അധസ്ഥിത പാർട്ടിയായി എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെടുന്നവരുടെ വെറുക്കപ്പെടുന്നവരുടെ പാർട്ടിയായി, അല്ല പൊട്ടന്മാരുടെ പാർട്ടിയായി, മണ്ടന്മാരുടെ പാർട്ടിയായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. അപ്പോഴാണ് ആ ഒരു ഗ്യാപ്പിലാണ് ആരിടിച്ചു കയറാൻ പോകുന്നത്. 3 സീറ്റ് കിട്ടിയ BJP ഇവിടെ CPM-ലെ ഹൈന്ദവരുടെ വോട്ടുകൾ അല്ലെങ്കിൽ ഹൈന്ദവരുടെ നിര പതുക്കെ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വരാൻ പോകുന്നതെന്ന് ഞാൻ ഈ മലയാള മനോരമയുടെ ഒന്നാം പേജ് ഇതാ കപ്പൽ ഏറ്റവും അവസാനം ഇതുകൂടി ഒന്ന് കാണാം. കപ്പൽ മുങ്ങി. നമ്മളെ വീണ ജോർജ് പറഞ്ഞിരുന്നല്ലോ ഞാനത് നമ്മുടെ VS-നെയാണ് ഓർത്തു പോകുന്നത്. VS പറഞ്ഞ ഏതാണ്ട് അതേ ശൈലിയിലായിരുന്നു വീണ ജോർജ് പറഞ്ഞത്. കപ്പൽ അടിയുലേകില്ല സാർ. അതെന്താണ്? അതില്ലേ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് സാർ. വീണ ജോർജേ, നിങ്ങളെ ക്യാപ്റ്റൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ചാടി. മുങ്ങുന്ന കപ്പലിൽ നിന്ന് ക്യാപ്റ്റൻ ചാടുന്ന പടം. അപ്പം ഗോവിന്ദൻ ഇങ്ങനെ 2 കൈയും ഉയർത്തി. വീണ ജോർജ് കറിയുന്ന വീണ ജോർജ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരൊറ്റ പേജ് കൊണ്ട് തന്നെ, ഈ ഒരൊറ്റ ഫ്രണ്ട് പേജ് കൊണ്ട് തന്നെ മലയാള മനോരമ ഇന്നലെ നടന്ന ഈ ഇലക്ഷന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് ഈ ഒരു ഒന്നാം പേജിലൂടെ മലയാള മനോരമ മുന്നോട്ട് വെക്കുന്നത്. ബാക്കി ഇതിന്റെ ഉള്ളിലെ പേജിലേക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പോകാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.